പേര് സൈമൺ ജോർജ്. ഞാൻ പ്രീ ഹിസ്റ്റോറിക് എന്ന് പറഞ്ഞ വർക്കിൽ സാം എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. സാമിൻ്റെ ക്യാരക്ടറിലൂടെയാണ് നമ്മുടെ പടം പോകുന്നത്. ആളാണ് ഡൈനോസേഴ്സിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്ത് നമ്മുടെ പ്രഷർക്ക് വേണ്ട കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെയൊക്കെ ആൻസറൊക്കെ വരുന്നത് ഇങ്ങനൊരു ക്യാരക്ടറിലൂടെയാണ്. അപ്പോൾ ഈ ക്യാരക്ടർ ചെയ്യാൻ ദാസൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഇതുപോലൊരു ഹിസ്റ്റോറിക്കൽ എലമെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിന് അത് ചെയ്യാന്നുള്ളത്. സോ ബാക്കി ഇതിൻ്റെ എഫേർട്ടും കാര്യങ്ങളൊക്കെ വളരെ വലിയൊരു എഫേർട്ടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. എൻ്റെ പേര് അക്ഷയ്. ഞാനാണ് പ്രീ ഹിസ്റ്റോറിക്കിൻ്റെ വിഷ്വൽ എഫക്ട്സ് കൈകാര്യം ചെയ്തത്. ഇതിൻ്റെ ഡയറക്ടർ ദേവിദാസായിട്ട് ഇത് 3ാമത്തെ വർക്കാണ് എൻ്റെ. ഞാൻ ഡയറക്റ്റ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ദേവിദാസ് പ്രീ ഹിസ്റ്റോറിക്കിൻ്റെ സ്റ്റോറി പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പ്ലേസ് ഉണ്ടായിരുന്നു ഇതിനെ പറ്റിയൊരു ലൊക്കേഷൻ ആക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അവിടെ കണ്ടു. അപ്പോൾ അന്ന് ഒരു കൊല്ലമായി ഇതിൻ്റെ പ്ലാനിങ് നടക്കാൻ തുടങ്ങിയിട്ട്. പ്രീ ഹിസ്റ്റോറിക്കിൻ്റെ പ്ലാനിങ്ങിൻ്റെ സമയത്ത് വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എല്ലാവർക്കും. കാരണം ഇങ്ങനൊരു തീമുള്ളൊരു ഷോർട്ട് ഫിലിം മലയാളത്തിൽ ആദ്യമായിട്ടാണ്. പ്രീ ഹിസ്റ്റോറിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡൈനോസേഴ്സിനെ പറ്റി കുറച്ച് റിസർച്ച് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് മനസ്സിലായത് ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഡൈനോസേഴ്സിൻ്റെ പേരെന്താണെന്നും അവരുടെ കാറ്റഗറീസും കാര്യങ്ങളൊക്കെ അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതുവരെ എന്തെങ്കിലും ചെയ്തിരിക്കുന്നത് നമുക്കൊരു സപ്പോർട്ടിങ് എലമെൻ്റ് ഉണ്ടാവും, നമുക്കത് നോക്കിയിട്ട് അഭിനയിക്കുക അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ ഇതിനകത്ത് തീർത്തും വ്യത്യസ്തമായിട്ട് ഡൈനോസർ ഇല്ല, നമ്മുടെ ഫ്രണ്ടിൽ ഒന്നുമില്ല, നമ്മൾ ക്യാമറ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡൈനോസർ ഉണ്ടെന്നുള്ളൊരു പ്രതീതി വെച്ചിട്ട് ഈ ഹോളിവുഡ് നടന്മാർ ചെയ്യുന്ന പോലത്തുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി. പക്ഷേ എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് നമുക്കറിയില്ല, എന്നാലും അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പറ്റിയ ലൊക്കേഷൻസ് ഒരുപാട് കിട്ടി. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെയുള്ള ക്ലൈമറ്റ്, മഴ, അങ്ങനത്തെ കുറേ പറ്റായിട്ടുള്ള കുറേ സർഫസുകൾ നമുക്ക് കിട്ടി. അപ്പോൾ അതൊക്കെ വെച്ച് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ലൊക്കേഷൻ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ചെയ്തൊരു വർക്കാണ്. സോ അതാണ് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയത്. എല്ലാവരും നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഷൂട്ടിൻ്റെ കാര്യത്തിലായാലും. ഇതിൽ അഭിനയിച്ചേക്കണ 4 പേരുണ്ട്. അവരേക്കായും നന്നായിട്ട് കഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച 1-2 പേരുണ്ട്. അവർ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ രാത്രി ഒരു 9 മണി തൊട്ട് ഷൂട്ട് തുടങ്ങിയിട്ട് വെളുപ്പിന് ഒരു 4 മണി 5 മണി വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ടെങ്കിലും പക്ഷേ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ അതിൽ തന്നെ വെലോസിറാപ്റ്റർ എന്ന് പറയുന്നൊരു ഡൈനോസർ ഉണ്ട്, ഒരു ഏകദേശം 6 അടി പൊക്കമുള്ള ഒരു ഡൈനോസർ. അപ്പോൾ അതിൻ്റെ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ക്യാരക്ടേഴ്സിന് അവരെ ഐ ലെവൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനാണ് അതിൻ്റെ ഒരു കട്ടൗട്ട് പിടിച്ച് അവരെ നേരെ ഓപ്പോസിറ്റായിട്ട് നിന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് എഡ്ജിങ് ടേബിളിൽ വന്നപ്പോൾ ആ ഡൈനോസറിനോട് പ്ലേസ് കഴിഞ്ഞപ്പോൾ വളരെ അത്യാവശ്യം നല്ലൊരു ഭംഗിയായിട്ട് തോന്നി. ആദ്യം എനിക്ക് ഇതിനെപ്പറ്റി ഒരു വിവരം ഉണ്ടായില്ല. ഈ ജുറാസിക് പാർക്ക് സിനിമ കാണുമ്പോൾ പോലും ഡൈനോസേഴ്സിൻ്റെ പേരോ അതുങ്ങളുടെ സ്വഭാവങ്ങളോ സ്പെഷ്യാലിറ്റീസോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഇത് ചെയ്തപ്പോഴാണ് ഡയറക്ടർ ദേവിദാസ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒരു ബ്രീഫ് തന്നായിരുന്നു, എല്ലാത്തിനെയും പറ്റിയുള്ള ഒരു ഫുൾ നോട്ട് തന്നായിരുന്നു. അങ്ങനെ അതിനെപ്പറ്റി മനസ്സിലാക്കിയത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡൈനോസർ വെലോസിറാപ്റ്ററാണ്. അപ്പോൾ കാരണം അത് കുറച്ചും കൂടി ഇൻ്റലിജൻ്റ് ആണ്, മനുഷ്യനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ബുദ്ധി കൂടുതലാണ് അതിന്. മലയാളത്തിൽ അതിന് പക്ക റീസണിങ് ഒക്കെ കൊടുത്തിട്ടൊരു സബ്ജക്റ്റ് വരിക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമാണ്. അപ്പോൾ എന്തായാലും ബാക്കി നിങ്ങൾ കണ്ടിട്ട് വേണം അഭിപ്രായം പറയാം. എന്ന് പറഞ്ഞാലും ഒരു വലിയൊരു എഫേർട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം. ആരും പിന്നെ നോക്കിക്കണോ? നോ, ഇറ്റ്സ് വിഷൻ ഈസ് ബേസ്ഡ് ഓൺ മൂവ്മെന്റ്.